ഈ വീഡിയോയിൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. അതിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ അതേപോലെ ലെബനാൻ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതിൽ സുപ്രധാനമായിട്ടുള്ള 5 പോയിന്റുകളിൽ ഇസ്രായേലിൻ്റെ IDF പോസ്റ്റ്, ചെക്ക് പോസ്റ്റ് വിത്ത് ഫുൾ സർവൈലൻസോട് കൂടി സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് സ്ഥലം ബഫർ സോണായിട്ട് മാറ്റിയെടുത്തുകൊണ്ട് ലെബനാന്റെ ഉള്ളിൽ നിന്നും ഈ സീസ് ഫയർ പറഞ്ഞതുപോലെ 18-ാം തീയതി പൂർത്തീകരിച്ച് IDF പുറത്തേക്ക് വരികയാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക, സൗദി അറേബ്യ, ഫ്രാൻസ്, അതുപോലെ തന്നെ ലെബനാൻ ഗവൺമെന്റ്, ഇപ്പൊ തൽക്കാലമുള്ള പുതിയ സർക്കാർ. ഈ പുതിയ സർക്കാർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതിനു മുമ്പ് മിലിറ്ററി ചീഫ് ആയിട്ടിരുന്ന ആൾ തന്നെയാണ് ഇപ്പൊ അവിടെ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 പേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അപ്പൊ അവർ ഫുൾ ആൻഡ് ഫുൾ റെസ്പോൺസിബിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേൽ എന്തിനാണ് ഇത്രയും ദിവസവും ഈ ഒരു ലെബനാന്റെ ഈ ഒരു സദൻ ലെബനാൻ ഭാഗത്ത് ഇത്രമാത്രം അവിടെ നിന്നത്? പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് ഹിസ്ബുള്ള ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു, ഹിസ്ബുള്ളയ്ക്ക് ഒരു രീതിയിലുള്ള ഹെൽപ്പും അവിടെ ഇല്ലാതായി എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ എന്നാൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് IDF കഴിഞ്ഞ 60 ദിവസം കഴിഞ്ഞിട്ടും പിൻവലിയാതെ അവിടെ തന്നെ വീണ്ടും ഫെബ്രുവരി 18-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും അതിൽ ഒരു മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഈ കാണിക്കുന്ന മാപ്പിൽ ഞാനത് ആരോ മാർക്കിട്ട് കാണിക്കാം. അതായത് ഈ കാണിക്കുന്ന സ്ഥലം സദൻ ലെബനാൻ ഭാഗമാണ്. ഈ സദൻ ലെബനാൻ ഭാഗത്തിന്റെ ഈ സൈഡിൽ നോർത്തേൺ ഇസ്രായേൽ എന്ന് വിളിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഈ ബോർഡറിന്റെ ഇപ്പുറത്തിരിക്കുന്ന സ്ഥലം. ഈ ഒരു ആരോ മാർക്ക് കാണിക്കുന്ന സ്ഥലം. ഈ ഒരു നോർത്തേൺ ഇസ്രായേൽ ഭാഗത്ത് 60,000 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ 60,000 ഫാമിലീസിനെയും റീലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക്, നോർത്തേൺ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരുന്ന നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ എന്ന് തൊട്ടാണോ ഗസയിൽ ഇസ്രായേൽ വാർ തുടങ്ങിയത്, ആ ഒരു ദിവസം തൊട്ട് തന്നെ ഈ ഒരു സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളാക്കൾ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് ഇസ്രായേലിന് അവിടെ നിന്ന് 60,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അവർക്ക് സമാധാനപൂർവ്വം താമസിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഈ IDF ലെബനാന്റെ ഉള്ളിൽ ഈ ഒരു സദൻ ലെബനാൻ ഭാഗത്ത് തമ്പടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലിറ്റാനി റിവർ, ഞാൻ കാണിക്കുന്ന ഒരു ആരോ മാർക്ക് ഉണ്ടോ, ഇത്രയും ദൂരം ചുരുങ്ങിയത് ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്ന് ഒരു 8-9 കിലോമീറ്ററോളം വരും ഈ ഒരു ലിറ്റാനി റിവർ എന്ന് പറയുന്നത്. ഈ ഒരു 8-9 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഹെസ്ബുള്ള തീവ്രവാദികളെ മാറ്റി നിർത്താനാണ് ഇസ്രായേൽ ഈ ഒരു ശ്രമം ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഹെസ്ബുള്ള ശരിക്കും പറഞ്ഞാൽ അവിടെ ഹമാസ് എങ്ങനെയാണോ IDF ഗാസയ്ക്കുള്ളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒളിച്ചും പാത്തും അവരുടെ ടെന്റുകളിൽക്കുള്ളിൽ, കൂടാരങ്ങൾക്കുള്ളിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ മറഞ്ഞ് ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെയാണ് ഹിസ്ബുള്ളയും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ഇപ്പം സാധാരണ ഒരു ലബനാനി പൗരനെ പോലെ ആ ലബനാന്റെ ഉള്ളിൽ തന്നെ ചുറ്റിത്തിരിക്കുകയും അവര് ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾക്കും യാതൊരു ബന്ധമില്ല എന്നുള്ള നിലയിൽ ഹിസ്ബുള്ളയോ എന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ മാറി തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ 18-ാം തീയതി IDF ആർമിയെ ഞങ്ങൾ പിൻവലിക്കുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനം പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇന്നലെ കുറച്ച് മുട കാണിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ബൈക്കിലൊക്കെ ഈ ഒരു ഫ്ലാഗ്, മഞ്ഞ കളർ കൊടിയൊക്കെ എടുത്തുകൊണ്ട് IDF ആർമിയുടെ സൈഡിലൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ അങ്ങനെ നോക്കിയിട്ട് മിണ്ടാതിരിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അവിടെ ലെബനീസ് ഫ്ലാഗ് ഉണ്ട്. ലെബനീസ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആ റെഡ് കളർ വൈറ്റ് കളർ മിക്സ്ഡ് ഒരു ദേവദാരുവിന്റെ ഒരു പടം വെച്ചതാണ് ലെബനീസ് ഫ്ലാഗ്. അതേസമയം ഇപ്പുറത്ത് ആ ബൈക്കിൽ നിൽക്കുന്ന ആളിനെ കണ്ടോ, വെച്ചിരിക്കുന്ന ഫ്ലാഗ് മഞ്ഞ കളറ് ഹിസ്ബുള്ളയുടെ ഫ്ലാഗ്. ഇത് ഒരു ഇഷ്യൂ ഇന്നലെ ഉണ്ടായതാണ് അവിടെ. അതായത് മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ IDFന്റെ മുന്നിലേക്ക് മഞ്ഞ കളർ ഫ്ലാഗുമായിട്ട് വരികയാണ്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ അവിടെ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് ഇവരുടെ തലച്ചോറിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഇത് തലയ്ക്കകത്ത് കിടക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇസ്രായേൽ വീണ്ടും അവിടെ ഇത്രമാത്രം ആർമിയെ ഡിപ്ലോയ് ചെയ്ത് ലബനാനിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാളും ഉപരി കൃത്യമായിട്ട് 5 സ്ഥലങ്ങൾ ഞാൻ പേര് പറയാം. ഞാൻ ഫ്ലാഗ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ഫ്ലാഗ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാഗ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഷ്ലോമി എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ സിറ്റിയുമായിട്ട്, നോർത്തേൺ ഇസ്രായേലിൽ കിടക്കുന്ന ഷ്ലോമി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ലെബനാന്റെ ഭാഗമായിട്ടുള്ള ലെബനോയ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് വരുന്നത് കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ട് ജബൽ ബ്ലാത്ത് പറഞ്ഞ സ്ഥലത്താണ് സെക്കൻഡ് പോസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ ഫ്ലാഗ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ബ്ലിഡ എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലാണ് ഈ ഒരു 3ാമത്തെ ഫ്ലാഗ് നിൽക്കുന്ന ആ ഒരു 3ാമത്തെ ചെക്ക് പോസ്റ്റ്. IDFന്റെ പോസ്റ്റാണ്, ഫുൾ ആൻഡ് ഫുൾ സർവൈലൻസ് പോസ്റ്റ് ആണ് കേട്ടോ, കംപ്ലീറ്റ് ഫെസിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ പോസ്റ്റ് വരുന്നത് വാദി സലൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വാദി സലൂക്കി എന്ന് പറഞ്ഞ സ്ഥലം 4ാമത്തെ ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് ആണ്. പിന്നെ ലാസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്
അൽക്കിയാം എന്ന് പറയുന്ന ആ ഒരു മെറ്റുല ഭാഗത്ത് വരുന്ന, ഈ മെറ്റുലയിലൊക്കെ നല്ല രീതിയിൽ അറബ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലമാണ് ഈ മെറ്റുലയിൽ. അതായത് ഇസ്രായേലി അറബ്സ് താമസിക്കുന്ന സ്ഥലമാണ് ഈ ഒരു മെറ്റുല എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് 5ാമത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഓൾറെഡി ഉണ്ട്, അതറിയാലോ, മൗണ്ട് ഹെർമോൺ അൾട്ടിമേറ്റ് ചെക്ക് പോയിന്റ് ആണ്. അതിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. മൗണ്ട് ഹെർമോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെബനാന്റെ ഈ ഒരു സദൻ ലെബനാൻ പൂർണ്ണമായിട്ടും വിസിബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് സിറിയയുടെ സൈഡ് ഡമസ്കസ് കൊനെഡ്ര വരെ വിസിബിൾ ആണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ചെക്ക് പോയിന്റ് ആണ്. ഹിമാലയം പോലത്തെ ഒരു പവർ കൊടുക്കുന്ന ഒരു ഏരിയയാണ് ആ മേഖലയിൽ ഈ ഒരു ഹെർമോൺ മൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് അഡീഷണൽ ആയിട്ടുള്ള ഒരു പവർഫുൾ ചെക്ക് പോയിന്റ് ആണ്. സദൻ ലെബനാൻ ഭാഗം പൂർണ്ണമായി കൺട്രോൾ എടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ അമേരിക്ക, സൗദി അറേബ്യ, ഫ്രാൻസ് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അവർക്ക് തന്നെ മിണ്ടാൻ പറ്റത്തില്ല, ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമിക്കും. അതുപോലെ തന്നെ ഈ സീസ് ഫയർ ഒബേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഏത് നേരത്തും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഈ ഒരു ലിറ്റാനി റിവർ വരെയുള്ള ഈ 8-9 കിലോമീറ്റർ ഈ ഒരു ബോർഡർ ഏരിയയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ത്രെട്ട്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹിസ്ബുള്ളയുടെ ചില ആയുധ പരിമാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ നിരുപാധികം ആക്രമിക്കും എന്നുള്ള ഒരു ക്ലോസും കൂടെ വെച്ചുകൊണ്ട് തന്നെയാണ്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ IDF ട്രൂപ്പിനെ പിൻവലിക്കാനുള്ള കംപ്ലീറ്റ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇതാണ് ഇപ്പൊ തൽക്കാലം ഈ ഹിസ്ബുള്ള, ലെബനാൻ, ഇസ്രായേൽ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അത് ഒരു സൈഡ്, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് ഹമാസ് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് 6 ബന്ദികളെ ഞങ്ങൾ വിട്ടയക്കാം ശനിയാഴ്ച എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമില്ല, അവർ അതിന് ബദലായിട്ട് ഒരു റിക്വസ്റ്റ് വെക്കുന്നുണ്ട്. എന്ത് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെവി മിഷനറീസ്, അതായത് ഈ JCB, ഈ ബുൾഡോസർ പോലത്തെ, അതേപോലെ തന്നെ ഈ ടെന്റ് ഹോമുകൾ, അതായത് ഈ റെഡിമെയ്ഡ് ഹൗസസ് ഇല്ലേ, ഇതുപോലത്തെ ഹൗസുകൾ, കാരവാൻ എന്നൊക്കെ പറയുന്നുണ്ട് അവർ, ആ രീതിയിലുള്ള ഹൗസുകൾ അകത്തോട്ട് കൊണ്ടുപോകാൻ, ഇവിടെ ഗാസയ്ക്കുള്ളിൽ കൊണ്ടുപോകാനുള്ള പെർമിഷൻ വേണം. ആരെടുത്ത്? ഇസ്രായേലിന്റെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്, ഈ പെർമിഷൻ വേണം. അപ്പൊ ആ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു 6 പേരെ വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തീരുമാനം ഇസ്രായേൽ ഇതുവരെ എടുത്തിട്ടില്ല. 6 ബന്ദികളെ വിടുക എന്നുള്ളത് ഇസ്രായേലിന്റെ റിക്വസ്റ്റ് തന്നെയാണ്. അപ്പൊ ആ റിക്വസ്റ്റ് അതേപോലെ നിലനിൽക്കുകയാണ്. ഈ ഹെവി സാൻഡ് റിമൂവൽ വെഹിക്കിൾസ് ഒക്കെ അകത്തോട്ട് കടത്തി വിടുവോ എന്നുള്ളത് ഇനിയിപ്പോ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് സീസ് ഫയർ ടോക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്, ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഒരു 2% പോലും അതിൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തകൾ അങ്ങനെ തന്നെയാണ് പുറത്തു വരുന്നത്. സെക്കൻഡ് ഫേസ് പൊളിയുമെന്നുള്ള നിഗമനമാണ് പരമാവധി ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമേരിക്ക അതിന്റെ പുറകിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. കാരണം ഇനിയും ജീവനോടെ ബന്ദികൾ ഉണ്ടെങ്കിൽ അവരെ ഏത് രീതിയിലും രക്ഷപ്പെടുത്തണം എന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. അത് തന്നെയാണ് ഇസ്രായേലിന്റെ ക്യാബിനറ്റിൽ, അതായത് നെസറ്റിലും ഇത് തന്നെയാണ് സംസാര വിഷയം. പിന്നെ ഞാൻ ഈ വെക്കുന്ന ഇമേജ് കണ്ടോ, ഈ ഹെവി മെഷീനറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രഷ് സാധനങ്ങളാണ്. അതായത് കമ്പനിയിൽ നിന്നും ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇറക്കിയ ഫ്രഷ് സാധനങ്ങളായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആ ഇമേജിന്റെ ആ ഒരു ബുൾഡോസേഴ്സിന്റെ ഒക്കെ ആ ഒരു ക്ലാരിറ്റിയും അതിന്റെ ഒരു കണ്ടീഷനൊക്കെ കണ്ടോ, ഫ്രഷ് ആണ്. അതായത് ഇവർക്ക് വേണ്ടി പൈസ മുടക്കാൻ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് ഏത് മൊമെന്റിലും ഫാക്ടറി മെയ്ഡ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫാക്ടറിയിൽ നിന്ന് അങ്ങ് ലോഡ് കണക്കിൽ സാധനം ഇറക്കി കൊടുക്കും. ഇതിന്റെ പുറകിൽ ഇസ്രായേൽ ഒരു പണി ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഖത്തറിന്റെ കണക്ഷൻ, ഖത്തറിന്റെ ഫണ്ട് എങ്ങനെയാണ് ഹമാസിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയത്, അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തുരങ്കങ്ങൾ നിർമ്മിക്കാനും അതുപോലെ റോക്കറ്റ് നിർമ്മിക്കാനും ഡയറക്റ്റ് ആയിട്ട് ഖത്തറിന്റെ ഫണ്ട് വന്നു എന്നുള്ളതിന്റെ തെളിവ് ഇസ്രായേൽ സമാഹരിച്ചിട്ടുണ്ട്. അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പല ലോക സംഘടനകളിൽ നിന്ന് കിട്ടിയ എയ്ഡുകൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എയ്ഡ്, അതായത് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ചാരിറ്റി ഫണ്ട് ഹമാസിന്റെ ലീഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് പോയതിന്റെ തെളിവും വോയിസ് റെക്കോർഡും ഇസ്രായേൽ എടുത്തിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് തന്നെ കൈമാറിയിരിക്കുകയാണ്. അത് ത്രൂ യുണൈറ്റഡ് നേഷൻസിൽ സബ്മിറ്റ് ചെയ്യാനുമാണ്. അതിലുപരിയായിട്ട് UNRWAയ്ക്കും ഹമാസിനുമുള്ള ഡയറക്റ്റ് കണക്ടിവിറ്റിയുടെ വോയിസ് റെക്കോർഡുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിർണായക തെളിവായിട്ട് വന്നിരിക്കുന്നത്. ഇതിലൂടെ ഇസ്രായേൽ സ്ഥാപിക്കുന്നത് UNRWAയിലുള്ള തീവ്രവാദികളെയും കൂടെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന UNRWA എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു തീവ്രവാദ സംഘടനയാണ് എന്നുള്ളതിനെ തെളിയിക്കാൻ രീതിയിലുള്ള തെളിവുകൾ, എവിഡൻസ് ആണ് ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ തീർച്ചയായിട്ടും ഇതിന്റെ വോയിസ് റെക്കോർഡ്സും ഇതിന്റെ പ്രൂഫുകളെല്ലാം തന്നെ വെളിയിൽ വിടും. ഇത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ, അതേപോലെ ഈ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ അവർക്കൊക്കെ കിട്ടുന്ന ഒരു തിരിച്ചടി ആയിട്ടാണ് ഈ ഒരു തെളിവുകൾ മാറാൻ പോകുന്നത്. പ്രത്യേകിച്ച് ട്രംപ് അവിടെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഈ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എന്ത് തീരുമാനം എടുത്തിട്ടും കാര്യമില്ല. ഈ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ അവിടെ ചെന്നിട്ട് ഇവരെല്ലാരും കൂടെ ഈ ഒരു UNRWAയെ സപ്പോർട്ട് ചെയ്യാനും യുണൈറ്റഡ് നേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2024 കിട്ടിയ എയ്ഡാണ് ഹമാസ് ലീഡേഴ്സിന് പോയതായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. 2024, അതായത് ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ
ആ ഒരു ടൈമിൽ നടന്ന ഫണ്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഹമാസിന്റെ ലീഡേഴ്സിന് പോയതായിട്ടുള്ള തെളിവുകളാണ് ഇസ്രായേലിന്റെ കൈവശം ഇരുന്ന് പുറത്തു വരാനിരിക്കുന്നത്. ഈ 2016 മുതലേ ഈ ഹമാസ് പലതരത്തിലുള്ള NGOകൾ ഡിഫറെന്റ് പേരിൽ വിവിധ തരത്തിലുള്ള ചാരിറ്റി സംഘടനകളായിട്ടുള്ള NGOകൾ രൂപപ്പെടുത്തുകയും അതും വിവിധ രാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളിൽ രൂപീകരിക്കുകയും ആ രാഷ്ട്രങ്ങൾ ത്രൂ USAID-ൽ നിന്നും ഫണ്ട് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവുകളും കൂടെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അതായത് ഹമാസിന്റെ സംഘടനയാണെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിൽ പല NGO, കൈയില്ല കാലില്ല എന്ന് പറഞ്ഞുള്ള ചില NGOകളൊക്കെ ഉണ്ടാക്കും. ബ്ലഡ് കൊടുക്കുന്നു, കൺദാനം, അങ്ങനെയുള്ള പല രീതിയിലുള്ള NGOകൾ ഉണ്ടാക്കും. എഡ്യൂക്കേഷൻ, പിന്നെ പല രീതിയിലുള്ള നെറേറ്റീവ്സ് ഉണ്ടല്ലോ. USAID പോലത്തെ പല എയ്ഡ് സംഘടനകൾക്കും അപ്ലൈ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഫണ്ട് മേടിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫേക്ക് ഫോട്ടോസും ഫേക്ക് നെറേറ്റീവ്സ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് തെളിവിനായി അയച്ചു കൊടുക്കും. അതോടുകൂടി ഈ എയ്ഡ് കൊടുത്ത ആ ഒരു അതോറിറ്റിയുടെ കഥ കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഈ NGOയുടെ റോളാണ്. പിന്നെ ഈ NGO ആണ് തീരുമാനിക്കുന്നത് ഇത് തീവ്രവാദത്തിന് കൊടുക്കണോ, കൈയെടുക്കാൻ കൊടുക്കണോ, കാലെടുക്കാൻ കൊടുക്കണോ എന്നുള്ള പൈസയൊക്കെ കൊടുക്കുന്നത് ഈ ഒരു NGO ആണ്. ആ രീതിയിലുള്ള NGOകൾ 2016 മുതലേ വിപുലമായ രീതിയിൽ ഫണ്ട് ശേഖരണത്തിനായി രൂപീകരിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഖത്തർ ഷേഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനമാണ് എത്തിയത്. പല രീതിയിലും പല റൂമേഴ്സ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തായാലും ഓൾറെഡി തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിളിച്ചതിന്റെ ഭാഗമായിട്ട്, അതായത് ഇന്ത്യ വിസിറ്റ് ചെയ്യണം എന്ന് നരേന്ദ്രമോദി ഖത്തറിൽ ചെന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൺസെന്റ് എടുത്തുകൊണ്ടാണ് പുള്ളി ഈ ഒരു ടൈം ലൈൻ, അന്ന് ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടൈം ലൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈം ലൈൻ കൊടുത്തതാണ് ഈ ഒരു ടൈം. ഖത്തർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു, ഇന്ത്യ കൊടുത്തു. അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നത്. ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് 2-3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലതരത്തിലും ഖത്തർ രാജാവ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിൽ പല റൂമേഴ്സും പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കൺഫേം ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ട്രേഡ്, എനർജി, ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി, ഈ 4 മേഖലകളെയും കുറിച്ചുള്ള വിശദമായ ചർച്ച നടത്താനാണ് വന്നിരിക്കുന്നത്. ഖത്തർ രാജാവ് മാത്രമല്ല, ഒരു ടീം തന്നെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും കണ്ട് സംസാരിക്കാനാണ് ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ വിസിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഖത്തർ രാജാവ് മടങ്ങുന്നത്. ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുമായിട്ട് ഒരു മീറ്റിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ ഡിസ്കഷനിൽ വരുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇന്ത്യയുടെ US സന്ദർശനം, അതായത് പ്രൈം മിനിസ്റ്റർ മോദി ട്രംപ് കൂടിക്കാഴ്ച കഴിഞ്ഞ പാടെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ വിഷയം മോദിയുടെ കയ്യിൽ, അതായത് ഇന്ത്യയുടെ കയ്യിൽ വിട്ടിരിക്കുകയാണ്, അവർ തീരുമാനിച്ചോട്ടെ എന്നുള്ള നിലയിലാണ് ട്രംപ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഫുൾ പവർ കിട്ടിയ നിലയിലാണ് ഇന്ത്യ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അമേരിക്ക പറഞ്ഞു, പെർമിഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉടനെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കയറി ഇറങ്ങി എന്തെങ്കിലും ചെയ്യാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുമായിട്ടുള്ള മീറ്റിംഗ് പണ്ടേ പറഞ്ഞതാണ്. ന്യൂഡൽഹിയിലാണ് ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ആ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് 13 റെപ്രസെന്റേറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട്. ഇന്ത്യ ഇതിനകത്ത് പർട്ടിക്കുലർ ആയിട്ട് 2-3 ഇഷ്യൂസിനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ മോദിയുടെ അമേരിക്ക സന്ദർശനം കഴിഞ്ഞ പാട് തന്നെ ജയശങ്കർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒമാനിലുണ്ടായിരുന്നു. ഒമാനിൽ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ഇറാന്റെ റെപ്രസെന്റേറ്റീവുമായിട്ട് സംസാരിച്ചായിരുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിന്റെ റെപ്രസെന്റേറ്റീവുമായിട്ടും അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് ആ മീറ്റിംഗ് നടന്നത്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ജയശങ്കർ കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ ചാനലിൽ ചെയ്തിടാം. ഇപ്പൊ നടക്കുന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുമായിട്ട് ഇന്ത്യൻ BSF-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യ പറയുന്ന ചില നിർണായകമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാനാണ് ബംഗ്ലാദേശിനോട് പറയുന്നത്. എന്താണ് അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോർഡർ കില്ലിംഗ്, ഈ ബോർഡറിൽ വെച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി അത് ഒഴിവാക്കണം. പിന്നെ ഇല്ലീഗൽ ഇൻട്രൂഷൻ, അനധികൃത കടന്നുകയറ്റം, അതേപോലെ അനധികൃത കുടിയേറ്റം, ഇങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാം. ഫാമിലി ആയിട്ടും കടന്നു കയറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്ന് തടയണം. അത് ആരാണ് തടയേണ്ടത്? ബംഗ്ലാദേശാണ് തടയേണ്ടത്. ഇന്ത്യക്കാരെ ഒരിക്കലും ബംഗ്ലാദേശിനുള്ളിൽ പോയി താമസിക്കാൻ പോകുന്നില്ല. കൺസ്ട്രക്ഷൻ ഓഫ് അൺഓത്തറൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, അനധികൃതമായിട്ട് കെട്ടിടം പണിയൽ. അതായത് ചിലപ്പോൾ ബഫർ സോൺ ആയിരിക്കും, ചിലപ്പോൾ അത് ഇന്ത്യയുടെ ലാൻഡ് ആയിരിക്കും. അനധികൃതമായിട്ട് പോയിട്ട് കെട്ടിടം പണിയരുത്. അൺഓത്തറൈസ്ഡ് ഏരിയാസിൽ പോയിട്ട് ബിൽഡിംഗ് പണിയാൻ പാടില്ല. ഈ ബംഗ്ലാദേശികൾ തന്നെ ബഫർ സോണിന്റെ ഏരിയയിലൊക്കെ വീട് വെച്ചിരിക്കുന്ന കുറെ ഏരിയാസ് ഉണ്ട്. ഇത് ബഫർ സോൺ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ബഫർ സോൺ ആണെന്നുള്ളത് ആരാണ് അറിയിക്കേണ്ടത്? ആ രാജ്യത്തിന്റെ ഈ ബോർഡർ ഗാർഡിന്റെ പണിയാണ് ഈ ഇത് ബഫർ സോൺ ആണെന്ന് നിലനിർത്തി പോകേണ്ടത്. ആ ബഫർ സോൺ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ബോർഡർ ഗാർഡിന്റെ ചുമതലയാണ്. ആ ജോലിയാണ് ഇന്ത്യ നീ ചൊവ്വേ നേരെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വിഷയം കോർഡിനേറ്റഡ് ബോർഡർ മാനേജ്മെന്റ്. ഇവർ കോർഡിനേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ബഫർ സോണിന്റെ ഉള്ളിലൊക്കെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങളും അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും അവിടെ പണിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തത്. കഴിഞ്ഞ തവണ ഢാക്കയിൽ സംസാരിക്കാത്ത ഒരു വിഷയം കൂടെ ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് വാട്ടർ മാനേജ്മെന്റ്. ഈ വാട്ടർ മാനേജ്മെന്റ് അറിയാമല്ലോ,
ഈ ബറാക്ക ബാരേജ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം തുറന്നു വിടുന്ന ഒരു പദ്ധതിയുണ്ട്. ആ വെള്ളം തുറന്നു വിടുന്നതനുസരിച്ചാണ് കഴിഞ്ഞ തവണ അവിടെ വെള്ളപ്പൊക്കം ബംഗ്ലാദേശിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ ആരോപണമായിട്ട് വന്നത്. ഇവർ മാത്രമല്ല, ഇന്റർനാഷണൽ മീഡിയാസ് CNN ഉൾപ്പെടെ BBC ഉൾപ്പെടെ അവിടെ പോയി നിന്നിട്ട് ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏർപ്പാട് പലപ്പോഴായിട്ട് നടക്കുന്ന വിഷയമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഈ വാട്ടർ മാനേജ്മെന്റ് നടത്തണം. നമ്മൾ വെള്ളം തുറന്നു വിടുന്നതൊക്കെ ശരിയാണ്. ഈ വാട്ടർ ഫ്ലോ, വെള്ളം കാലവർഷം മാറുന്നതനുസരിച്ചുള്ള മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്യേണ്ടത് ബംഗ്ലാദേശിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവിടെ പല പല രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ട് ഈ തുറന്നു വിടുന്ന വെള്ളം ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറി പോവാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കേണ്ടത് അവിടുത്തെ സർക്കാരിന്റെ ചുമതലയാണ്. അതുകൊണ്ട് ഈ ഒരു വാട്ടർ മാനേജ്മെന്റിനെ സംബന്ധിച്ച ഒരു വിഷയം കൂടെ ഇത്തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.